ിലേക്ക് വിശദമായി വരികയാണ്. എറണാകുളം പാരിയത്തുകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ പ്രശ്നം വലിയ സങ്കീർണതയിലേക്ക് നീങ്ങുകയാണ്. അവിടെ താമസിക്കുന്ന പട്ടികവർഗ വിഭാഗക്കാരായ താമസക്കാരെ ഉടൻ പുറത്താക്കി ഭൂമി ഏറ്റെടുക്കാൻ പോലീസ് ഇപ്പോൾ 3 ദിവസത്തെ സമയം അനുവദിച്ചിരിക്കുകയാണ് കോടതി. അധികാരമേറ്റതിന് പിന്നാലെ ഇന്നലെ അവിടെ ഉണ്ടായ പോലീസ് നടപടി വലിയ സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്തായാലും അതിനകത്ത് DGPയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. എന്തു ചെയ്യാൻ കഴിയും ഈ സർക്കാരിനെങ്കിലും എന്നതാണ് ചോദ്യം. അജിംസ്, 10 വർഷം പിണറായി സർക്കാർ ഭരിച്ചു. പാരിയത്തുകാവ് ഉന്നതിയിൽ പലതവണ ഈ അഭിഭാഷക കമ്മീഷനും പോലീസും വന്നപ്പോൾ സർക്കാരും പോലീസും അവരുടെ കൂടെ നിന്നു എങ്കിൽ കൂടിയും ആ പ്രശ്നം പരിഹരിക്കാൻ കാര്യമായ ഫോർമുലകളൊന്നും പിണറായി സർക്കാരിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. VD സതീശൻ സർക്കാരിന്, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് എന്തെങ്കിലും പദ്ധതികളുണ്ടാവും? അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സർക്കാർ അധികാരമേറ്റ് മണിക്കൂറുകൾക്കകം പോലീസ് ഒരു ആക്ഷൻ എടുക്കുകയാണ്. അതായത് 14 വട്ടം പോലീസ് അവിടെ എത്തിയിട്ടും പോലീസിനൊരിക്കലും അവരെ സമരസമിതിക്കാരെ ഒഴിപ്പിക്കാനോ അല്ലെങ്കിൽ വീട് കയറി ആക്രമിക്കാനോ തോന്നിയിട്ടില്ല. ഈ സർക്കാർ അധികാരമേറ്റ് മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് ആക്ഷൻ ഉണ്ടായെങ്കിൽ ആ ആക്ഷൻ കേവലം നിഷ്കളങ്കമായ ഒരു ആക്ഷനല്ല, അതിന് പിന്നിൽ കൃത്യമായ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് സംശയിക്കാം. അങ്ങനെ ഗൂഢാലോചന ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അതാണ് പോലീസ് സേന. കേരളത്തിലെ പോലീസ് സേന അങ്ങനെയാണ് എന്ന് ആഭ്യന്തരമന്ത്രിക്കെങ്കിലും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ആഭ്യന്തരമന്ത്രി ഉടൻ തന്നെ അതിൽ ഇടപെട്ട പോലീസിനെ പിൻവലിച്ചുവെങ്കിൽ പോലും അങ്ങനെ ഗൂഢാലോചന നടത്താനും സർക്കാർ നയം എന്താണെന്ന് പോലും അറിയില്ല. ആ പ്രശ്നത്തിൽ സർക്കാർ നയം എന്താണെന്ന് പോലും ആർക്കും അറിയില്ല. നയങ്ങൾക്ക് വിരുദ്ധമായിട്ട് പോലീസ് ഒരു ആക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അതാണ് കേരളത്തിലെ പോലീസ് സേന എന്ന് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിക്ക് മനസ്സിലാവണം. ഇപ്പോൾ ആഭ്യന്തരമന്ത്രിക്ക് ഒരു പുതിയ ഉപദേശം വന്നിട്ടുണ്ട്. പോലീസ് ഉപദേശമായിട്ട് ഹേമേന്ദ്രൻ വന്നിട്ടുണ്ട്. അദ്ദേഹം എന്തായിരിക്കും നയം ഉപദേശിക്കുക? പോയ സർക്കാരിൻ്റെ കാലത്ത്, കഴിഞ്ഞ 2 പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ വിമർശനം ഉയർന്നിട്ടുള്ള വകുപ്പാണ് ആഭ്യന്തര വകുപ്പ്. അത് പൊതുജനങ്ങളിൽ നിന്ന് മാത്രമല്ല, ആ സർക്കാരിനെ നയിച്ച പാർട്ടിയുടെ അണികൾക്ക് പോലും ഏറ്റവും കൂടുതൽ വിമർശനമുള്ളൊരു വകുപ്പാണ് ആഭ്യന്തര വകുപ്പ്. എങ്കിൽ ഏറ്റവും കൂടുതൽ ജനകീയ രോഷം ഉണ്ടായ ഒരു വകുപ്പിന്റെ മന്ത്രി എന്ന നിലയിൽ രമേശ് ചെന്നിത്തല അടുത്ത 5 വർഷം ആ വകുപ്പിനെ എങ്ങനെ കൊണ്ടുപോകുന്നു എന്ന് അറിയണം. ആ നയം എന്താണെന്ന് അവർ പ്രഖ്യാപിക്കണം. ഇപ്പോൾ ഒരു അംബിഗ്വിറ്റി ഉണ്ട്. കാരണം രമേശ് ചെന്നിത്തലയുടെ കീഴിലുള്ള പോലീസാണ് ആക്ഷൻ എടുത്തത്. രമേശ് ചെന്നിത്തല തടഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അവിടെ ഒരാൾ ഗുരുതരാവസ്ഥയിലാണ്. പോലീസ് ആക്രമണത്തിൽ പരിക്കേറ്റ ഒരാൾ ഗുരുതരാവസ്ഥയിലാണ്. അപ്പോൾ അത് ചെറിയ കാര്യമല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവിടുത്തെ പ്രശ്നം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, കേരളത്തിൽ നിരവധി മനുഷ്യർ വീടില്ലാത്തവരുണ്ട്. ഈ ഉന്നതി എന്നൊക്കെ പറഞ്ഞ് നല്ല പേരിട്ട് വിളിച്ചാലും അതിൻ്റെ പഴയ പേര് കോളനി എന്നാണ്. ആ കോളനിയിൽ എങ്ങനെ കോളനികളായി എന്നുകൂടി നമ്മൾ അറിയണമല്ലോ. എങ്ങനെയാണ് കോളനികൾ ഉണ്ടാകുന്നത്? 1 ലക്ഷം വീട് കോളനികളെന്ന് കുപ്രസിദ്ധമായ അച്യുതമേനോൻ സർക്കാരിൻ്റെ കാലത്ത് നിർമ്മിച്ച കോളനികൾ. ആ കോളനികൾ എന്ന് പറഞ്ഞാൽ ഭൂപരിഷ്കരണത്തിൽ ഭൂമി ലഭിക്കാത്ത പട്ടികജാതിക്കാരെ കൊണ്ടുപോയി പുനരധിവസിപ്പിച്ച സ്ഥലമാണ്. ആ കോളനികളുടെ സ്ഥിതി ഇപ്പോഴും എന്താണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ കോളനി എന്ന പേരിട്ട് നമ്മൾ തന്നെ വേർതിരിച്ച് നിർത്തിയിട്ടുള്ള, കേരളത്തിലെ പൊതുസമൂഹം മാറ്റി നിർത്തിയിട്ടുള്ള കുറേ മനുഷ്യരാണ് അവർ. ഇത് കൂടാതെ കേരളത്തിൽ പുറമ്പോക്കുകളിൽ താമസിക്കുന്ന മനുഷ്യരുണ്ട്. റോഡ് പുറമ്പോക്കിലും തോട് പുറമ്പോക്കിലൊക്കെ താമസിക്കുന്ന മനുഷ്യരുണ്ട്. ഇതും ഒരർത്ഥത്തിൽ പുറമ്പോക്കായിട്ട് കിടന്ന സ്ഥലത്ത് ആളുകൾ താമസം ആരംഭിച്ചതാണ്. പിന്നീടാണ് അതിന് ക്ലെയിം വരുന്നത്. 1/2 നൂറ്റാണ്ട് കാലമായി നിയമപോരാട്ടം നടക്കുകയാണ് അതിൻ്റെ ഉടമസ്ഥ സംബന്ധിച്ച്. പുറമ്പോക്കാണോ സ്വകാര്യ വ്യക്തിയുടെ ആണോ എന്നുള്ളത് കോടതി കണ്ടെത്തുന്നത് സ്വകാര്യ വ്യക്തിയാണെന്ന് കണ്ടെത്തി. പക്ഷേ അവിടെയുള്ള ആളുകൾ 1/2 നൂറ്റാണ്ടായി താമസിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ കഴിയില്ല സർക്കാരിന്. സർക്കാർ അത് പുനരധിവസിപ്പിക്കണം. അപ്പോൾ അതിദാരിദ്ര്യമുക്ത കേരളം എന്നൊക്കെ പ്രഖ്യാപിച്ച് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ലൈഫ് പദ്ധതിയിൽ നിരവധി പേർക്ക് വീടുകൾ കൊടുത്തെന്ന് പ്രഖ്യാപിച്ചൊരു സർക്കാരാണ്. ആ സർക്കാരിൻ്റെ കീഴിലാണ് തർക്കമുള്ളൊരു സ്ഥലത്ത് ഇത്രയും കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നത്. അപ്പോൾ അവരെ പുനരധിവസിപ്പിക്കാൻ എന്താണ് പദ്ധതി എന്ന് ചോദിച്ചാൽ അതിന് ഭൂമി വേണ്ടേ, അവർക്ക് കൊടുക്കാൻ ഭൂമി വേണ്ടേ എന്ന ചോദ്യമായിരിക്കും, മറുചോദ്യമായിരിക്കും ഉണ്ടാവുക. കേരളത്തിൽ ഭൂരഹിതരായ, ഭവനരഹിതരായ മുഴുവൻ മനുഷ്യരെയും പുനരധിവസിപ്പിക്കാനുള്ള ഭൂമിയുണ്ട്. ആ ഭൂമി കണ്ടെത്തുന്നതിൽ വരുന്ന പ്രശ്നമാണ്. നമ്മൾ മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം അവിടെ മരിച്ച ആളുകളുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വേണ്ടി ഭൂമി അന്വേഷിച്ച് സർക്കാർ നടന്നൊരു കഥയുണ്ട്. അത് കേരളത്തിൽ അധികം ചർച്ച ചെയ്യപ്പെടാത്തൊരു കഥയാണ്. വയനാട് പോലൊരു ജില്ലയിൽ അത്രയും പേര് മരിച്ചു കഴിഞ്ഞിട്ട് അവരെ മൃതദേഹങ്ങൾ അടക്കം ചെയ്യാൻ ഭൂമി കണ്ടെത്താൻ സർക്കാർ അന്വേഷിച്ച് നടക്കുകയാണ്. അത് ഒരു ഗതികേടാണ്. എന്നിട്ട് എവിടെ നമ്മൾ സ്ഥലം കണ്ടെത്തിയത്? ഹാരിസൺസ് മലയാളം ലിമിറ്റഡിൻ്റെ തോട്ടഭൂമിയിൽ. ഈ ഹാരിസൺസ് മലയാളം ലിമിറ്റഡിൻ്റെ തോട്ടഭൂമി ആരുടെ? അത് സർക്കാരിൻ്റെയാണ്. സർക്കാരും ഹാരിസൺസ് മലയാളം ലിമിറ്റഡും തമ്മിൽ കോടതിയിൽ തർക്കം നടക്കുക, ഞങ്ങളുടെയാണോ നിങ്ങളുടെയാണോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇത് സർക്കാർ ഭൂമിയാണെന്ന് ഞാൻ അസന്ദിഗ്ധമായി പറയാൻ കാരണം എന്താണ്? ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് രാജമാണിക്യം കമ്മീഷൻ പറഞ്ഞതാണ്, ഒരു പുതിയ നിയമനിർമ്മാണം പോലും കൂടാതെ ഹാരിസന്റെ കൈവശമുള്ള 1.5 ലക്ഷം ഏക്കർ ഭൂമി സർക്കാരിന് തിരിച്ചെടുക്കാം എന്ന റിപ്പോർട്ട് ഉമ്മൻചാണ്ടി സർക്കാരിന് ലഭിച്ചതാണ്. ഉമ്മൻചാണ്ടി സർക്കാർ കഴിഞ്ഞ് പിണറായി സർക്കാർ വന്നപ്പോൾ ആദ്യം ചെയ്തത് ഹാരിസൺസ് മലയാളം ലിമിറ്റഡിന് കരമടയ്ക്കാനുള്ള ഉത്തരവിറക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഇത്തരത്തിലുള്ള മനുഷ്യരുടെ റിഹാബിലിറ്റേഷൻ, പുനരധിവാസം സാധ്യമാക്കാൻ എല്ലാ സർക്കാരുകളും കഴിയും. അത് ഉമ്മൻചാണ്ടി സർക്കാർ അതിന് വഴി കണ്ടെത്തിയിരുന്നു. ആ വഴി കണ്ടെത്തിയ ഉമ്മൻചാണ്ടി സർക്കാരിന് ശേഷം പിണറായി സർക്കാർ അത് മുന്നോട്ട് കൊണ്ടുപോയില്ല. ഇനി വീണ്ടും ഒരു UDF സർക്കാർ വരികയാണ്. ഇതുപോലെ പുറമ്പോക്കുകളിലും
ഭവനരഹിതരായ മനുഷ്യരെയും പുനരധിവസിപ്പിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. ആ സർക്കാർ അതിനാവശ്യമായ ഭൂമി കണ്ടെത്തണം. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റനാണ് ആഭ്യന്തര വകുപ്പിൻ്റെ നയം എന്താകും എന്നുള്ളത്. സാർ, എന്താണ് പാരിയത്തുകാവ് ഉന്നതിയിൽ സംഭവിച്ചത്? അല്ല, ഈ പറഞ്ഞ രീതിയിൽ തന്നെ പെട്ടെന്ന് അവിടെ ഒരു പോലീസ് ആക്ഷൻ ഉണ്ടാവുന്നത് സംശയജനകമാണ്. നമുക്കത് ഈ പറഞ്ഞതിലും ഒരു സർക്കാരിൻ്റെ നയം എന്താണെന്ന് ആ വിഷയത്തിൽ പ്രത്യേകിച്ച് അത് നിയമപരമായ വിഷയം കൂടിയാണല്ലോ. അതിനകത്ത് എന്ത് നിലപാടെടുക്കണമെന്ന കാര്യത്തിൽ ഒരു കൂടിയാലോചനയോ ഒക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ പോലീസ് എത്തി. ഈ 14 തവണയും ഇല്ലാതിരുന്ന രീതിയിലുള്ള 15ാമത്തെ ഒരു ഇടപെടൽ പിന്നെ കുറെ കൂടി വയലൻ്റ് ആവുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് പിന്നിൽ സംതിങ് ഇസ് എന്താ പറയുക, ഒരു ഫിഷി ആയിട്ടുള്ള എന്തോ ഒരു സംഗതി ഉണ്ട്. അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടിയാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ DGPയോട് റിപ്പോർട്ട് ചോദിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. തീർച്ചയായും അത് കണ്ടെത്തണം. അത് ചെറിയ കാര്യമല്ല. കാരണം അതിന് തൊട്ട് പുറകെ നടന്ന സംഭവങ്ങൾ പലതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ എത്തിച്ചേർന്ന്. ഇപ്പോൾ അവിടുത്തെ മുൻ MLA വളരെ പെട്ടെന്ന് അവിടെ എത്തിച്ചേരുന്നു. അദ്ദേഹം പറയുന്നു ഇവരോട് ഇങ്ങനെ പോലീസ് എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് തൊട്ട് പുറകിൽ നിന്ന് നാട്ടുകാർ പറയുകയാണ്, ഈ 10 കൊല്ലമായിട്ടും നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എന്ത് വർത്താനം ഈ പറയുന്നത് എന്ന രീതിയിൽ പിന്നെ നാട്ടുകാരുടെ പഴി കേൾക്കേണ്ടി വരുന്നുണ്ട് ഇദ്ദേഹത്തിന്. അപ്പോൾ ഇതെല്ലാം നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഒരു സ്പോട്ട്, ആ സ്പോട്ടിൽ പെട്ടെന്നുണ്ടാവുന്ന ഒരു ഡെവലപ്മെൻറ്റ് അത് കുറച്ച് സംശയത്തോടെ തന്നെ നമ്മൾ കാണണം എന്നുള്ളതാണ്. അതേസമയം സുപ്രീം കോടതി ഉത്തരവ് പ്രകാരമാണ് ഇപ്പോൾ കമ്മീഷൻ അവിടെ എത്തിയതും ഇവരെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചതും എന്ന് പറയുന്നു. ശരിയാണ്, നിയമപരമായൊരു നടപടിയാണ്. അതിൽ ഒരു സമീപനം സ്വീകരിക്കാനുള്ള ഒരു സാവകാശം ആവശ്യമാണ്. അത് ആ സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതിൻ്റെ നടത്തിപ്പുകാരായിട്ടുള്ള ഈ സുപ്രീം കോടതി വിധിയുടെ നടത്തിപ്പുകാരായിട്ടുള്ള പെരുമ്പാവൂരിലെ മുനിസിപ്പൽ കോടതിയാണ് ഇപ്പോൾ 2 ദിവസത്തെ സമയം കൂടി അനുവദിച്ചിരിക്കുന്നത്. ശനിയാഴ്ചക്കുള്ളിൽ ഒഴിപ്പിച്ചിരിക്കണം, ആ റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ സംഭവങ്ങളുടെ ഒരു റിപ്പോർട്ട് ആമീൻ അവിടെ കോടതിയിൽ നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വരികയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാം, അതിൻ്റെ നിയമപരമായ നടപടികളും ഒക്കെ മനസ്സിലാക്കാം. പക്ഷേ പെട്ടെന്ന് കയറി ആ ജനങ്ങളെ അവിടുന്ന് ഫോഴ്സ്ഫുള്ളി അവിടുന്ന് ഇറക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് സംശയകരമാണ്. അങ്ങനെ ഇറക്കാൻ ശ്രമിച്ചാലുണ്ടാകാവുന്ന ഭവിഷ്യത്ത് അത് അവിടെ മാത്രം ഒതുങ്ങി നിൽക്കില്ല. കാരണം നമുക്കറിയാം, ഭൂമിയില്ലാത്ത ഈ ഗോത്രവിഭാഗങ്ങളുടെ പ്രശ്നമെന്ന് പറയുന്നത് എത്രയോ കാലമായി കേരളം ചർച്ച ചെയ്യുന്നതാണല്ലോ. പകരം നൽകുന്ന ഭൂമി, ജീവിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ഭൂമി നൽകുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വളരെ ഡീപ്ലി കേരളം ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. മുത്തങ്ങ പോലുള്ള ഒരു സംഭവം, ഒരു സമരം നടക്കുന്നത് തന്നെ ഒരു UDF ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അതിൻ്റെ പോലും പിന്നെ ഓർമ്മ നമുക്ക് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ വളരെ സെൻസിറ്റീവാണ്. ഇപ്പം നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അവിടെ എങ്ങനെയാണ് ഇവരെ ഒഴിപ്പിക്കാൻ പോകുന്നത്, എന്ത് കരുതലാണ് പിന്നെ പോലീസിനുണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം, മന്ത്രി രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആയിരിക്കും അത്. കാരണം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ജനകീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന് സംബന്ധിച്ച ലിറ്റ്മസ് ടെസ്റ്റ് ആയിരിക്കും. കാരണം അവർക്ക് ഭൂമി, അവരെ പുനരധിവസിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അവർക്ക് പകരം ഭൂമി കണ്ടെത്തി അത്രയും കുടുംബങ്ങളെ, ഈ 7 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം എങ്ങനെയാണ് ഈ പുറമ്പോക്ക് 7.5 ഏക്കർ പുറമ്പോക്കിൽ എങ്ങനെയാണ് ഈ 1.5 ഏക്കർ സ്വകാര്യ ഭൂമി, ഒരാളുടെ സ്വകാര്യ ഭൂമി ഉണ്ടാവുന്നത്, അതെന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ബാക്ക്ഗ്രൗണ്ട്? ഒരുപക്ഷെ കോടതി അത് കംപ്ലീറ്റ് പരിശോധിച്ചതിന് ശേഷം തന്നെയായിരിക്കും നടപടി ഉണ്ടാവുക. അപ്പോൾ അതുൾപ്പെടെ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ വളരെ സുചിന്തിതമായൊരു തീരുമാനവും വളരെ പിന്നെ അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ വളരെ ആലോചിച്ചുള്ള എല്ലാവർക്കും യോജിപ്പുള്ള രീതിയിൽ അവരെ പുനരധിവസിപ്പിക്കുന്ന ഒരു തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ അത് ആദ്യം തന്നെ സർക്കാരിന് ലഭിക്കാൻ പോകുന്ന വലിയ തിരിച്ചടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും ഈ സർക്കാർ തുടങ്ങുമ്പോൾ നൗഫൽ, തുടക്കത്തിൽ തന്നെ ഒരു അഗ്നി പരീക്ഷണമാണ് പാരിയത്തുകാവ് ഉന്നതിയിലെ പ്രശ്നം. കുറഞ്ഞ കുടുംബങ്ങളേ ഉള്ളൂ. എന്നാൽ അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സങ്കീർണമായി വേഗത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത ഒന്നായി മാറുന്നത്? ഇന്ന് ദേശാഭിമാനിയുടെ പ്രധാന ഹെഡ്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-ാം ദിവസം ദളിത് വേട്ട എന്നുള്ളതാണ്. അത്തരത്തിൽ ഞാനതൊരു സർക്കാർ അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരെ മറിച്ച് പോലീസ്, നേരത്തെ അജിൻ സൂചിപ്പിച്ച പോലെ, പോലീസ് സ്വന്തം നിലക്ക് പല തീരുമാനങ്ങളും എടുക്കാറുണ്ട്. അതൊരു ഗൂഢാലോചനയാണോ അതോ അവർ സാധാരണ ചെയ്തു വരുന്നതാണോ എന്നുള്ളത് വേറെ കാര്യം. ഏതായാലും പോലീസ് ആണ് ഇക്കാര്യത്തിൽ ഉത്തരവാദികൾ. ഇന്നലെ ഉണ്ടായ സംഭവത്തിൽ ഉത്തരവാദികൾ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം കഴിഞ്ഞ 14 തവണയും അവിടെ വന്നിട്ട് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. 15ാം തവണ ഇത് നടത്തിയേ തീരൂ എന്ന് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ അത് സ്വാഭാവികമായും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു കൃത്യമായ അവർ സ്വന്തം സർക്കാരിൽ നിന്നുള്ള നയത്തിൻ്റെ ഭാഗമായോ സർക്കാരിൻ്റെ നിർദ്ദേശത്തിൻ്റെ ഭാഗമായോ ചെയ്തൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിലെന്താ സംഗതി എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ ഇതിൽ 2 കാര്യങ്ങൾ. ഒന്ന്, പ്രശ്നപരിഹാരം എങ്ങനെ എന്നുള്ള കാര്യം.
രണ്ടാമത്തെ കാര്യം, ഇതിൽ എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ള കാര്യം, അതിൽ പോലീസിൻ്റെ ഇടപെടൽ എങ്ങനെയാണെന്നുള്ള കാര്യം. ഈ പ്രശ്നപരിഹാരം എന്നതിന് ഇപ്പോൾ ഈ കുടിയൊഴിപ്പിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഇപ്പം നമ്മുടെ രാജ്യത്ത് തന്നെ ഇപ്പം മുംബൈയിലെ ബാന്ദ്രയിൽ ഇപ്പം വലിയൊരു കുടിയൊഴിപ്പിക്കൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നൂറുകണക്കിന് കുടുംബങ്ങളെ അവിടെ കുടിയൊഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബുൾഡോസർ രാജാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് കോടതിയുടെ ഒരു ഉത്തരവുണ്ട്. സ്വാഭാവികമായും ആ ഉത്തരവ് പ്രകാരം നിയമം നടപ്പിലാക്കാൻ സാധിക്കും. അതിൽ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശവുമില്ല. പക്ഷേ ഈ കുടിയൊഴിപ്പിക്കുന്ന ആളുകൾ പിന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കാനുള്ള ഉത്തരവാദിത്വം അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ട്, അവിടുത്തെ സർക്കാരിനുണ്ട്. അതുപോലെ തന്നെയാണ് മലയിടം തുരുത്തിലുമുള്ളത്. മലയിടം തുരുത്തിൽ ഈ വെറും 8 കുടുംബങ്ങൾ മാത്രമാണല്ലോ, അവരെ മാത്രമാണ് പുനരധിവസിപ്പിച്ചാൽ മതിയല്ലോ. അവരെ പുനരധിവസിപ്പിക്കാനുള്ള സംവിധാനം ഈ സർക്കാരിൻ്റെ കൈവശമില്ലേ? കഴിഞ്ഞ 2 തവണയായി ഇവിടെ തുടർന്നിരുന്ന പിണറായി സർക്കാരിൻ്റെ കയ്യിൽ ഈ 8 കുടുംബങ്ങൾക്ക് കൊടുക്കാൻ ഒരു സ്ഥലമോ വീടോ ഉണ്ടായിരുന്നില്ലേ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണല്ലോ. ഇവർ 50 കൊല്ലമായി അതിലധികമായി അവിടെ താമസിക്കുന്ന കുടുംബങ്ങളാണ്. അവർക്ക് സ്വാഭാവികമായും ഇപ്പം നമുക്ക് മുനമ്പത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ, മുനമ്പത്ത് വഖഫ് ഭൂമിയാണെന്നറിയാതെ താമസിച്ചു പോയി എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ അത് വഖഫ് ഭൂമിയല്ല എന്നവർ വാദിക്കുന്നുണ്ട്. എങ്ങനെയായാലും അവരുടെ ഒരു അവകാശം എന്താണ്? അവർക്ക് മറ്റൊരു സ്ഥലത്ത് താമസിക്കാൻ ഇടം നൽകാതെ അവരെ കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്നൊരു നിലപാടാണല്ലോ കേരളത്തിലെ എല്ലാവർക്കും ഉള്ളത്. അതുപോലെ തന്നെ ഇവർ 50 വർഷമായി അവിടെ താമസിക്കുന്നു. അത് 19 ഏക്കർ പുറമ്പോക്ക് ഭൂമിയാണ്. അതിലുള്ള 2.5 ഏക്കറിൻ്റെ അവകാശവാദമാണ് ഈ സ്വകാര്യ വ്യക്തി ഉന്നയിക്കുന്നത്. അപ്പോൾ ഈ പുറമ്പോക്കിലാണെങ്കിൽ സർക്കാരിന് അവരവിടെ നിന്നോട്ടെ എന്ന് വിചാരിക്കാം. അതിനിടയിൽ എങ്ങനെയാണ് ഈ 2.5 ഏക്കർ സ്വകാര്യ വ്യക്തിക്ക് വന്നത് എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നു. അപ്പോൾ ഇതൊന്നും അറിയാതെയാണ് ഇവരിവിടെ താമസിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവരോട് കാണിക്കേണ്ട ഒരു മനുഷ്യത്വം ഈ സർക്കാരിന് ഉണ്ടാകേണ്ടതുണ്ട്. ഇനിയുള്ള സർക്കാർ, ഇപ്പോഴുള്ള സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യം ഇവരെ പുനരധിവാസം നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയ ശേഷം ഇവരെ കുടിയൊഴിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ബലപ്രയോഗം കൊണ്ട് ഇത് നടത്തിക്കഴിഞ്ഞാൽ അത് തുടക്കത്തിൽ തന്നെ ഈ സർക്കാരിന് വലിയ കല്ലുകടിയായിരിക്കും. സർക്കാരിൻ്റെ കല്ലുകടിയാണോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. ഈ 8 കുടുംബങ്ങൾ, അവരോട് കാണിക്കേണ്ട നീതി, അവരോട് കാണിക്കേണ്ട ഒരു സഹാനുഭൂതി അതുണ്ടാവുക എന്നുള്ളതാണ് ഈ സർക്കാർ ചെയ്യേണ്ടത്. അത് അവരുടെ അവകാശമാണ് എന്ന് ഞാൻ പറയും. തീർച്ചയായും അതൊരു മാനുഷിക പ്രശ്നമാണ്. അപ്പോൾ ഈ സർക്കാരിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു അഗ്നിപരീക്ഷണം എന്ന നിലയ്ക്ക് ഈ വിഷയം സങ്കീർണമായി മാറുന്നു. വരുന്ന 2 ദിവസം അങ്ങേയറ്റം നിർണായകമാണ്. വി ഡി സതീശൻ സർക്കാരിന് വിഷയത്തിൽ എന്ത് പ്ലാൻ ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണാം. സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയ ഓൺലൈൻ കൂട്ടായ്മയായ കോക്രോച്ച് ജനതാ പാർട്ടിയെ രാജ്യം ഭരിക്കുന്നവർ തന്നെ പേടിച്ചു തുടങ്ങി എന്നതിൻ്റെ തെളിവുകൾ പുറത്തു വന്ന ദിവസം കൂടിയാണ് ഇന്ന്. ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിൻ്റെ കാര്യത്തിൽ ദിവസങ്ങൾക്കകം BJPയെ വരെ മറികടന്നതിന് പിന്നാലെ CJPയുടെ എക്സ് പേജ് ഇന്ന് മരവിപ്പിച്ചു. ആരുടെ നിർദ്ദേശപ്രകാരമാണ് എക്സ് ആ നടപടിയെടുത്തത് എന്ന ചോദ്യം ഉയരുകയാണ്. സാർ, ആരാണ് പാർട്ടിയെ പേടിക്കുന്നത്? ഇതൊരു പാർട്ടി എന്ന് പറയാമോ സൈഫു? ഒരു പാർട്ടി എന്ന് പറയാറായിട്ടില്ല. ഇതൊരു വെർച്വൽ സ്പേസിനകത്തുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ ഒരു ലോഗോയും ഇട്ട് അതിന് ഒരു പിന്നെ ഡോക്യുമെൻ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ചില മുദ്രാവാക്യങ്ങളൊക്കെ വെച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടും നമ്മൾ രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെപ്പോഴും നമ്മളുടെ ഓർമ്മയിൽ വരുന്നത് ഇപ്പോൾ ക്യാമ്പസുകളിൽ നിന്ന് അല്ലെങ്കിൽ പിന്നെ യുവജനങ്ങളുടേതായിട്ടുള്ള ഒരു പലതരം മേഖലകളിൽ നിന്ന് ചില ഫിഗേഴ്സ് ഇങ്ങനെ ഉയർന്നു വരുന്നു, അവരുണ്ടാക്കുന്ന വിപ്ലവം, അങ്ങനെയൊക്കെയാണ് നമ്മുടെ മനസ്സിൽ സാധാരണഗതിയിൽ ഒരു പരമ്പരാഗതമായ രീതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. നേതാക്കൾ ഉയർന്നു വരുന്നതൊക്കെ അങ്ങനെയാണ്. അതിനോട് ആളുകൾ ആകർഷിക്കപ്പെട്ട് അതിന് വലിയ മാസ് പിന്നെ പിന്തുണയുണ്ടാവുന്നു, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയൊരു കാലത്ത് ഇങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ റിയലിൽ നിന്ന് വെർച്വലിലേക്ക് പോകുന്ന രീതിയാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ വെർച്വലിൽ നിന്ന് റിയലിലേക്ക് വരുന്നൊരു രീതിയാണ് ഇപ്പോൾ ഇനിയുള്ള കാലത്ത് സംഭവിക്കാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു സൂചന കൂടിയായിട്ട് നമ്മൾ മാറണം. ഇതിപ്പോൾ വെർച്വൽ സ്പേസിൽ ഇപ്പോൾ നമുക്ക് ഒരാളെ ചൂണ്ടിക്കാണിക്കാനുണ്ട്. അഭിജിത്ത് ദിബ്കെ എന്ന് പറയുന്ന ഒരാൾ, അയാളാണിത് ആദ്യം ലോഞ്ച് ചെയ്യുന്നത്. അതിന് പുറകെയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ. പക്ഷേ ഈ വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ മുഴുവൻ ഇപ്പോൾ ഇൻസ്റ്റയിൽ 11 മില്യൺ എന്നുള്ളതാണ് കുറച്ച് മുമ്പ് അറിഞ്ഞത്. ഓരോ മണിക്കൂറിലും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 13 ആയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അതിങ്ങനെ ഗ്രോ ചെയ്യുന്നത്, ഇതിന് പിന്നിൽ ആരാണ്, ഏത് തരത്തിലുള്ള ആളുകളാണ് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ നാട്ടിലെ വ്യവസ്ഥയോട് ഭയങ്കരമായ എതിർപ്പും രോഷവും ഉള്ള ആളുകളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൽ അന്തർലീനമായി കിടക്കുന്നത് അതാണ്, ആ രോഷമാണ്.
അത് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത് ഇത്തരം ഒരു മെറ്റഫറിലൂടെ മാത്രമാണ്. അങ്ങനെ അതുമായിട്ട് ചേർന്ന് വരുമ്പോഴാണ് അത് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ തൊഴിലില്ലായ്മയുടെ കാര്യത്തിലായാലും നമ്മുടെ നാട്ടിലുള്ള എന്താ പറയുക ആളുകളുടെ ഈ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇപ്പോൾ നീറ്റ് എക്സാമിനൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ രംഗത്ത് മുഴുവൻ കാണുന്ന അനാർക്കി, അല്ലെങ്കിൽ ഒരു വ്യവസ്ഥയില്ലായ്മ, അല്ലെങ്കിൽ അഴിമതി, ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളോടും ആളുകളുടെ ഉള്ളിൽ ഒരു രോഷം ഉണ്ട്. പക്ഷേ അത് പുറത്തേക്ക് വരാൻ പാകത്തിൽ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് വേണ്ടുന്ന വിധത്തിൽ ഉണ്ടാവുന്നില്ല. അതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്ക് കിട്ടുന്നില്ല. ഇതൊക്കെയായിരുന്നു പ്രശ്നം. ഈ ചീഫ് ജസ്റ്റിസിൻ്റെ ഈ കോക്രോച്ച് പ്രയോഗം, യുവജനങ്ങളെക്കുറിച്ചുള്ള കോക്രോച്ച് പ്രയോഗം വന്നതോടുകൂടി അതുമായിട്ട് ഇത് കണക്ട് ചെയ്യപ്പെടുകയായിരുന്നു. അതിലേക്ക് അങ്ങ് നമ്മൾ പറയുമല്ലോ, ഊറിക്കൂടുന്ന രീതിയിൽ ഈ സംഗതി ഡെവലപ്പ് ചെയ്തു വരികയായിരുന്നു എന്നുള്ളതാണ് ഒന്ന്. അപ്പോൾ പഴയതിനെ അപേക്ഷിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രമല്ല വേണ്ടത്. ഒരു പ്രത്യയശാസ്ത്രം കൊണ്ടുവന്ന് അങ്ങനെ കെട്ടിപ്പടുക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള സംഗതികളൊക്കെ അവസാനിച്ചു. ഇങ്ങനെ ഒരു സാധനം മൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന വെർച്വൽ സ്പേസിൽ കിട്ടുന്ന വലിയ പിന്തുണയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്. ഈ അണ്ടർലൈയിങ് ആയിട്ടുള്ള ഈ ഫ്രസ്ട്രേഷനാണ് ആളുകളുടെ ഉള്ളിൽ. അതേസമയം നമ്മൾ ഈ 2010-13 സമയമാകുമ്പോഴേക്കൊക്കെ കണ്ട ഈ അണ്ണാ ഹസാരെയുടെ സമരം, ആം ആദ്മി പാർട്ടിയുടെ പിറവി, ആ ഘട്ടത്തിൽ കണ്ടതിൽ നിന്ന് ഇതിന് വ്യത്യാസമുണ്ട്. ആ ഘട്ടത്തിൽ റിയലായിട്ട് തന്നെയാണ് നമ്മളത് കാണുന്നത്. ജനങ്ങൾ തെരുവിലിറങ്ങുകയാണ്. ഇപ്പോൾ അതിനുള്ളൊരു സാധ്യത തീരെയില്ല. തെരുവിലിറങ്ങിക്കൊണ്ടൊരു പ്രക്ഷോഭം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും വിചാരിക്കും അത് നടക്കും, അത് കാണുന്നില്ല. പകരം ഈ പറയുന്ന സ്പേസിലാണ്, സൈബർ സ്പേസിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും വളരെ പെട്ടെന്ന് സ്വീകാര്യമായി തീരും. ഭരണകൂടത്തോടുള്ള ഒരു എതിർപ്പുണ്ട്, അത് പൊതുവെ എല്ലാവരും പങ്കുവയ്ക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾക്കൊക്കെ ഒരു മെറിറ്റിൻ്റെ സ്വഭാവത്തിലാണ്, മെറിറ്റോറിയസ് ആണ് അവർ കാണുന്ന എല്ലാ കാര്യങ്ങളും. ആ മെറിറ്റോറിയസ് ആയിട്ടുള്ള സാധനങ്ങൾ കാണുമ്പോൾ നിർണായകമായ ഒരു ചോദ്യം മതി, ചിലപ്പോൾ അതിൻ്റെ അടിത്തറ തന്നെ ഇളകിപ്പോകും. ഉദാഹരണത്തിന്, എന്താണ് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് സംവരണത്തോടുള്ള നിലപാട് എന്ന ചോദ്യം വന്നാൽ എന്തായിരിക്കും? ഇതിന് പിന്നിൽ അണിനിരക്കുന്ന ആളുകളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. സംവരണത്തോട് എന്താണ് നിലപാട്? സംവരണം വേണോ വേണ്ടയോ, അതോ മെറിറ്റ് അനുസരിച്ച്? വിദ്യാഭ്യാസത്തിലായാലും തൊഴിലിലായാലും സംവരണം എന്ന ആശയം എത്രത്തോളം നിങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നം. കാരണം ഇന്ത്യയിലെ അടിസ്ഥാന പ്രശ്നങ്ങളിലൊന്നാണ് ഈ ജാതി എന്ന് പറയുന്നത്. ജാതി ബാധിക്കാത്ത ഒരു വിഷയമില്ല. അപ്പം അവിടെ അത് മറച്ചു വെച്ചുകൊണ്ട്, അത് മൂടിക്കൊണ്ട് നിങ്ങൾ ഒരു എന്താ പറയുക, മറ്റു ചില ആശയങ്ങൾ മാത്രം വെച്ചിട്ട് ഒരു അസോസിയേഷനും കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അടിസ്ഥാന ചോദ്യങ്ങളിലേക്ക് എത്തുമ്പോൾ അത് പാളിപ്പോകും. അങ്ങനെ ഒരു പ്രശ്നം അതിനുണ്ടാവും. ഇപ്പം ആം ആദ്മി പാർട്ടി തന്നെ പിൽക്കാലത്ത് അതിന് സംഭവിച്ച പല ഇതെന്ന് വെച്ചാൽ റിയൽ ക്വസ്റ്റ്യൻസിലേക്ക് വരുന്തോറും അവരുടെ ഉള്ള് പൊള്ളയാണ് എന്നിങ്ങനെ തോന്നി തുടങ്ങുകയാണല്ലോ. ഫൈനലി അവർ BJPയുടെ തന്നെ ഒരു ബി ടീമാണ് എന്ന തോന്നലിലേക്ക് എത്തി. അതുപോലെ തന്നെ അപ്പോൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ സ്വഭാവവും അതിൻ്റെ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇത് പെട്ടെന്നുണ്ടാവുന്ന ഒരു ആരവമാണ്. അതേപോലെ അത് ചിലപ്പോൾ സബ്സൈഡ് ചെയ്ത് അങ്ങ് പോവുകയും ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ വസ്തുത ഒന്നാണ്, ആളുകൾക്ക് ഈ 10-12 വർഷമായി ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെ കുറിച്ച് വലിയ തോതിൽ അസംതൃപ്തിയുണ്ട്, രോഷമുണ്ട്, അത് അവരുടെ ഉള്ളിലുണ്ട്. അത് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നതിന് ഇങ്ങനെ ചില മാർഗങ്ങളാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. അതിനെ പേടിക്കുന്നുണ്ട്. ആ ഫാക്റ്റിനെയാണ് BJP പേടിക്കുന്നത്. അല്ലാതെ ഇതിൻ്റെ ഒരു വളർച്ച ഇതിനേക്കാൾ ഉപരി അങ്ങനെ ഒരു ഫാക്റ്റ് അവിടെ നിലനിൽക്കുന്നുണ്ട്, അങ്ങനെ ഒരു സത്യം അവിടെയുണ്ട് എന്നുള്ളതാണ് അവരെ ഒരുപക്ഷെ കാര്യമായി ഭയപ്പെടുത്തുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള കാടൻ പ്രയോഗം നടത്തിക്കളയാമെന്ന് അവർ ആലോചിച്ചാൽ അതിന് ഒന്നും പറയാനില്ല. ശരി, അജിംസ് കണ്ടിടത്തോളം അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ അടിച്ചൊതുക്കിയാൽ ഒതുങ്ങുന്ന ഒരു ടൈപ്പ് മുന്നേറ്റമോ കൂട്ടായ്മയോ ആണോ ഇത് ജൻസി കൂട്ടായ്മ? അതായത് കഴിഞ്ഞ 12 വർഷമായി നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യ ഭരിക്കുകയാണ്. അപ്പോൾ നരേന്ദ്രമോദിക്കെതിരെ പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ, പലതരത്തിലുള്ള എതിരഭിപ്രായങ്ങൾ, ഡിസെൻ്റൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഡിസെൻ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം ഉയർന്നത് രോഹിത് വെമുലയുടെ ആത്മഹത്യയ്ക്ക് ശേഷം നടന്ന ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. പക്ഷെ അത് വളരെ എളുപ്പത്തിൽ സർക്കാരിന് അടിച്ചു നോക്കാൻ കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ടതെന്ന് കർഷക സമരമാണ്. കർഷക സമരവും പഞ്ചാബിൽ നിന്നുള്ള കർഷകരുടെ സമരമായിരുന്നു. അതുകൊണ്ട് അത് കോർണർ ചെയ്യാനും അതിനെ ഡിഫ്യൂസ് ചെയ്യാനും സർക്കാരിന് കഴിഞ്ഞു. മറ്റൊന്ന് പൗരത്വ പ്രക്ഷോഭമാണ്.
പൗരത്വ പ്രക്ഷോഭം എന്താണ്? അത് പ്രധാനമായും മുസ്ലിം കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്യുന്ന ഒന്നായതുകൊണ്ട് ആ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള എതിരഭിപ്രായങ്ങളെ, ഇപ്പോൾ ഡൽഹി റൈറ്റ് കേസിലൊക്കെ അവിടെ പൗരത്വ പ്രക്ഷോഭകർക്കെതിരെയാണ് കലാപം നടത്തിയെന്ന പേരിൽ കേസെടുത്ത് ജയിലിൽ അടച്ചിട്ടുള്ളത്. ഉമർ ഖാലിദൊക്കെ ജയിലിൽ കഴിയുകയാണ് ജാമ്യം കിട്ടാതെ. അപ്പോൾ ഇത്തരം ഓരോ പ്രാദേശികമായോ ഐഡന്റിറ്റിയുടെ പേരിലോ ഒക്കെ ഉയർന്നു വരുന്ന ഡിസന്റിനെ സർക്കാരിന് എളുപ്പത്തിൽ അടിച്ചൊതുക്കാൻ കഴിയും. പക്ഷേ അതിനുശേഷം ഉണ്ടായത് അഗ്നിവീർ സമരം നമുക്ക് ഓർമ്മയുണ്ടാവും. അഗ്നിവീർ സമരം യഥാർത്ഥത്തിൽ BJPയുടെ ബേസ് ക്യാമ്പിൽ നിന്നുണ്ടായ സമരമാണ്. BJPക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാർ നടത്തിയ സമരമാണ്. നമുക്കറിയാം, ട്രെയിനുകൾക്ക് തീവച്ചു UPയിലും ബീഹാറിലും ഈ പ്രക്ഷോഭകർ. സർക്കാർ അവരെ അടിച്ചമർത്താൻ പോയില്ല, അവരുമായിട്ട് സംസാരിക്കാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥരെ അയച്ചു. ട്രെയിൻ കത്തിച്ച ഒരാൾക്കെതിരെയും കേസ് എടുത്തിട്ടില്ല. ട്രെയിൻ കത്തിച്ച കേസാണ്. വേറെ ഏതെങ്കിലും കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകളാണ് അത് ചെയ്തിരുന്നെങ്കിൽ UAPയെ ചേർത്തും. ഇതൊന്നും ഉണ്ടായില്ല. അഗ്നിവീർ സമരത്തെ ഏതോ വിധത്തിൽ അവർ വളരെ ഡിപ്ലോമാറ്റിക്കലി അത് അടിച്ചൊതുക്കി. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, നമ്മൾ 2011 ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ ആ മൂവ്മെന്റിൽ കണ്ട അതേ മൊമെന്റമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതേ ആൾക്കൂട്ടമാണ്. അതേ ആൾക്കൂട്ടം BJPയുടെ ബേസ് ക്യാമ്പ് തന്നെയാണ്, വോട്ട് ക്യാമ്പ് തന്നെയാണ്, വോട്ട് ബേസ് തന്നെയാണ്. അതാണ് BJP അലോസരപ്പെടുന്നത്. അതായത് കോൺഗ്രസ് സർക്കാരിനെതിരെ ഉയർന്നു വന്ന അതേ അർബൻ യൂത്ത്, ഒരു തരത്തിലുള്ള പ്രതീക്ഷകളും ഇല്ലാതെ ജീവിക്കുന്ന യുവാക്കൾ. കാരണം ഇന്ത്യ ജോബ് ക്രിയേഷനിൽ വളരെ പിന്നോട്ട് പോയ ഒരു 10 വർഷമാണ് കഴിഞ്ഞു പോയത്. മറ്റൊന്ന്, ഉൽപ്പാദന മേഖലയാകെ സ്തംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ യുവാക്കൾ പൂർണ്ണമായും മൈഗ്രേറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ നടക്കുന്നത് എവിടെ നിന്നാണ്? ഗുജറാത്തിൽ നിന്നാണ്. നരേന്ദ്രമോദിയുടെ ഹോം സ്റ്റേറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നടന്നും കാൽനടയായും മെക്സിക്കോ വഴിയൊക്കെ അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതും മഞ്ഞിൽപ്പെട്ട് മരിക്കുകയും ചെയ്യുന്നത് ഗുജറാത്തിൽ നിന്നാണ്. അപ്പോൾ ഒരു തരത്തിൽ ഇന്ത്യയിൽ ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ പാസ്പോർട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ റിലിംഗ്വിഷ് ചെയ്ത 10 വർഷമാണ് കടന്നു പോകുന്നത്. പാസ്പോർട്ട് വേണ്ട, ഞങ്ങൾ വേറെ രാജ്യത്തെ പൗരത്വം സ്വീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോവാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ BJPയുടെ ബേസ് ക്യാമ്പിൽ നിന്ന് വരുന്ന ആദ്യത്തെ കലാപമാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടേത്. മറ്റേതൊക്കെ ഓരോന്ന് കോർണർ ചെയ്ത് അവർക്ക് ഒതുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അഗ്നിവീറിന് ശേഷം ഇങ്ങനൊരു സംഭവം ഉണ്ടാവുകയാണ്. അഗ്നിവീർ എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഓൺ ഗ്രൗണ്ടിൽ നടന്ന സമരമാണ്. ഇത് അങ്ങനെയല്ല, ഇത് വിർച്വൽ സമരമാണ്. ഇതിന് തുടക്കം കുറിച്ച ആൾ അമേരിക്കയിൽ ബോസ്റ്റണിൽ ഇരിക്കുകയാണ്. ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ അതിൻ്റെ ഫോളോവേഴ്സ് ആവുന്നു. എക്സ് അക്കൗണ്ട് വിത്ത്ഹെൽഡ് ചെയ്തിട്ട് ഉടൻ തന്നെ അവർ 10-15 ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അക്കൗണ്ട് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ പ്രധാന അക്കൗണ്ട് തന്നെ ഇപ്പോൾ ഈ സമയം നമ്മൾ 68,000 ഫോളോവേഴ്സായി. 2 ലക്ഷം ഫോളോവേഴ്സ് ആയിരുന്നു എക്സിൽ ഉണ്ടായിരുന്നെങ്കിൽ 10 ദിവസം കൊണ്ട് 68,000 ആയി. അത് ഇനി കൂടിക്കൊണ്ടിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ BJPയേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള പാർട്ടിയായി CJP മാറുകയാണ്. അപ്പോൾ ഇത് ഓൺ ഗ്രൗണ്ടിൽ നടക്കുന്ന സമരമല്ല. ആണെങ്കിൽ പോലീസിനോട്ട് അടിച്ചൊതുക്കാം, വേറെ എന്തെങ്കിലും ഗൂഢാലോചന നടത്തിയ സമരത്തെ പൊളിക്കും. ഇത് എവിടെ നിന്ന് പൊളിക്കും? ഇത് ഇന്റർനെറ്റ് റവല്യൂഷനാണ്. അപ്പോൾ ഇത് കേവലമായി ഇപ്പോൾ ചീഫ് ജസ്റ്റിസിന്റെ പരാമർശത്താൽ ഉയർത്തുന്നത് മാത്രമല്ല. ഇതിനു മുമ്പ് രാഹുൽ ഗാന്ധി ജൻസിയോട് ഒരു ആഹ്വാനം നടത്തിയിരുന്നു, ഈ രാജ്യം തിരിച്ചു പിടിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങളുടേതാണ്. അവിടെ നിന്ന് തുടങ്ങിയതാണത്. അതിനുശേഷം രാഹുൽ ഗാന്ധിയുടെ വീഡിയോകൾക്കും റീലുകൾക്കും ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാകുന്ന ട്രാക്ഷൻ നോക്കുക. ഏറ്റവും കൂടുതൽ ട്രാക്ഷൻ കിട്ടുന്ന പൊളിറ്റിക്കൽ കണ്ടന്റ് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ കണ്ടന്റാണ്. ഇതിൽ ഈ പറയുന്ന ഇതിന്റെ ഉപജ്ഞാതാവ് ഒരു ആം ആദ്മിയുടെ വോളണ്ടിയർ ആയിരുന്നു എന്നുള്ളത് ശരിയാണ്. ആം ആദ്മി പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ഒരു പൊളിറ്റിക്സാണ് ഇതിനെ ഡ്രൈവ് ചെയ്യുന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇത് BJPയെ ഭയപ്പെടുന്നത് കോൺഗ്രസിന് അനുകൂലമാവുമെന്ന് കരുതിയല്ല, തങ്ങളുടെ ബേസ് തകർക്കാൻ സാധ്യതയുള്ള എല്ലാം കരണ്ട് തിന്നുന്ന പാർട്ടിയായി ഇത് മാറും എന്നുള്ള ഭയമാണ് അവർക്കുള്ളത്. ശരി, നൗഫൽ, CJPയെ BJP ശരിക്കും പേടിക്കേണ്ടതുണ്ടോ? അല്ല, BJP ശരിക്ക് സാമൂഹ്യ മാധ്യമങ്ങളെ നന്നായി ഭയപ്പെടുന്നുണ്ട്. അതിൻ്റെ സൂചനകൾ നമ്മൾ ഒരുപാട് കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് നിയമങ്ങൾ, കർശന നിയമങ്ങൾ വരുന്നു. പലതും ഇപ്പോൾ നമുക്ക് തന്നെ നേരിട്ട് പരിചയമുള്ള ഒരുപാട് സംഗതികളുണ്ടല്ലോ. പലതിനെയും ഇടക്കാലത്ത് നിരോധിക്കുന്നു, ഇടക്കാലത്ത് അതിനെ കോടതി വഴി അവർക്ക് തിരിച്ചു വരാൻ കഴിയുന്നു. ആ രീതിയിലൊക്കെ പോകുന്നു. ഇപ്പോൾ ധ്രുവ് റാട്ടി എന്ന് പറയുന്ന ആളെ നമുക്കറിയാമല്ലോ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ BJPക്കെതിരെ വീഡിയോകൾ ചെയ്ത, വളരെ ഫാക്ച്വലായി വീഡിയോകൾ ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തെ എത്രത്തോളം ഭയപ്പെടുന്നു, അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിൻ്റെ എണ്ണം ഒന്ന് എടുത്തു നോക്കും. അപ്പം ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ BJPയെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ BJPയെ ഇഴകീറി പരിശോധിക്കുന്ന നിരവധി വീഡിയോകൾ, മീമുകൾ, ട്രോളുകളൊക്കെ നിരവധി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ഈ ഒരു പുതിയ ഒരു പ്രക്ഷോഭം എന്നാണ് ഇതിനെ പറയേണ്ടത്. അതിനൊരു പാർട്ടി എന്നല്ല പറയുന്നത്, ഒരു പ്രക്ഷോഭമാണ് ശരിക്കും അത്. അപ്പോൾ നമുക്കറിയാം, ബംഗ്ലാദേശിൽ ഇപ്പോൾ അടുത്തിടെ ഒരു കലാപം നടന്നു. ആ കലാപം നടന്നത് നേരിട്ടാണ് കലാപം നടന്നതെങ്കിലും അതിൻ്റെ തുടക്കം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയായിരുന്നു. അതിൻ്റെ ഇപ്പം സാർ നേരത്തെ പറഞ്ഞ പോലെ സംവരണം പറഞ്ഞു, അവിടെ ഒരു സംവരണത്തിനെതിരെയായിരുന്നു പ്രക്ഷോഭം. ചില കൂട്ടർക്ക് സംവരണം കൊടുക്കുമ്പോൾ മറ്റു ചിലർക്ക് നഷ്ടപ്പെടുന്ന സംവരണത്തെക്കുറിച്ച് ഓർത്തായിരുന്നു ആ പ്രക്ഷോഭം. അപ്പം ആളുകൾ വളരെ സെൻസിറ്റീവായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഈ ചീഫ് ജസ്റ്റിസ് കളിയാക്കിയത് തൊഴിലില്ലാത്ത ആളുകളെയാണ്. ഈ തൊഴിലില്ലാത്ത ആളുകൾ സത്യം പറയുകയാണെങ്കിൽ അവർ പൊട്ടിത്തെറിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ഈ ചീഫ് ജസ്റ്റിസ് ഒരു പരാമർശം നടത്തിയതിനെ തുടർന്ന് ഇത്രയും ഫോളോവേഴ്സ്, ഇത്രയും ആളുകൾ ഈ ഒരു കേവലം ഒരു സാമൂഹ്യ മാധ്യമ പോസ്റ്റിലൂടെ മാത്രം ഉണ്ടാക്കിയ ഒരു പാർട്ടിയിൽ ഇത്രത്തോളം ആളുകൾ
വെർച്വലായിട്ടെങ്കിലും അണിചേരുന്നുണ്ടെങ്കിൽ അത് എന്തിൻ്റെ ഒരു സൂചനയല്ലേ? ആ സൂചന എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഞാൻ പറയാം, ഇപ്പം വാഴ 1, വാഴ 2 സിനിമ ഉണ്ടല്ലോ, വാഴ 2 സിനിമ. ഈ വാഴ സിനിമയിൽ പറയുന്നത് ഇത്തരം ഒന്നിനും കൊള്ളാത്ത ആളുകളുടെ പിന്നെ മനോവ്യഥകളും അവർ പിന്നീട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ആ സിനിമയ്ക്ക് കിട്ടുന്നൊരു സപ്പോർട്ട് എന്താണ്? ആ സിനിമയിലെ പിള്ളേർക്ക് കിട്ടുന്നൊരു കയ്യടി എന്താണ്? അതെന്താണ് സൂചിപ്പിക്കുന്നത്? അതായത് ഈ തൊഴിലില്ലാത്ത ഇത്രയും ആളുകൾ ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് ഞാൻ പിന്നെ ഒരു സോഷ്യൽ മീഡിയ കാർഡ് കണ്ടു. ബംഗാളിൽ BJP അധികാരത്തിലെത്തിയ ശേഷം കേരളത്തിൽ നിന്നുള്ള ബംഗാളികൾ തിരിച്ചുപോയി തുടങ്ങിയത്. ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളല്ലാതെ ഇവിടെ ആളുകൾക്ക് ജോലി കൊടുക്കാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ഈ രാജ്യത്തുണ്ടോ? അങ്ങനെ ഒന്നുമില്ലാതിരിക്കുകയും ഇതുപോലെ പല അവകാശവാദങ്ങൾ മാത്രം മുഴക്കുകയും ചെയ്യുമ്പം ഈ പറയുന്ന ആളുകൾ ജോലിയില്ലാതെ ഉഴലുന്ന ഈ പാവപ്പെട്ട യുവാക്കൾ എന്തായാലും പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ഇതൊരു സൂചനയാണ് എന്നുള്ളത് ഉറപ്പാണ്. ഇവർ പൊട്ടിത്തെറിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. വിപ്ലവം വരും തീർച്ചയായും. അപ്പം CJPയെ BJP നിർബന്ധമായും പേടിക്കണം. ഇങ്ങനെ ഭയപ്പെടുത്തിയും പേടിപ്പിച്ചും ഒതുക്കാൻ നോക്കിയതുകൊണ്ട് കാര്യമില്ല. സംയമനത്തോടെ അവർ അഡ്രസ്സ് ചെയ്യുകയാണ് വേണ്ടത്. അതിന് BJPക്ക് പറ്റുമോ എന്ന് കാത്തിരുന്നു കാണാം. നാളെയാണ് കേരള നിയമസഭയിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനില്ല. കോൺഗ്രസിൽ നിന്ന് UDFൽ നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ സ്പീക്കറാകും. പക്ഷെ അവിടെ ഒരു മത്സരം നടക്കുന്നുണ്ട്. CPMൽ നിന്ന് AC മൊയ്തീനും ഒപ്പം BJPയിൽ നിന്ന് BB ഗോപകുമാറും മത്സരിക്കുന്നുണ്ട്. അപ്പോൾ സാർ, ഇന്നിപ്പോൾ ഈ തോറ്റ വിഷമത്തിലായിരുന്നു LDFകാർ, ജയിച്ചതിൻ്റെ ആഹ്ലാദത്തിലായിരുന്നു UDFകാർ. ഇതൊക്കെ കഴിഞ്ഞ് ഇനി സത്യപ്രതിജ്ഞ നടക്കുമ്പോഴാണ് സ്പീക്കർ മത്സരത്തിലൊക്കെ പങ്കെടുക്കാൻ പാകത്തിൽ BJP ഇവിടെ വളർന്നു കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കി. അത് നമ്മൾ കണ്ടത് അതിനകത്ത് കഴിഞ്ഞ ദിവസം തോമസ് ഐസക് ഈ BJPക്ക് 3 സീറ്റ് കിട്ടിയ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കമൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, BJPക്ക് 3 സീറ്റ് കിട്ടി, പക്ഷെ അവരുടെ ഓവറോൾ അവരുടെ വോട്ട് ഷെയർ കൂടിയിട്ടില്ല എന്ന് വെച്ചാൽ 14.2 നിൽക്കുകയാണ്. അവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19.1%, 19.24% ഉണ്ടായിരുന്നു. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 16% വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് 14 ഉള്ളൂ. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാദം. ഇങ്ങനെ കണക്ക് വെച്ച്, വോട്ട് ഷെയറിൻ്റെ കണക്ക് വെച്ച് വേണമെങ്കിൽ BJP ഇവിടെ ഒട്ടും വളർന്നിട്ടില്ല എന്ന് പറഞ്ഞ് നമുക്ക് സമാധാനിക്കാം. പക്ഷേ വസ്തുത കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ 3 സീറ്റിൽ BJP വിജയിച്ചു. അത് 9 സീറ്റിൽ അവർക്ക് 2ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നതിൽ നിന്നാണ് അവർ 3 സീറ്റിൽ വിജയിച്ചത്. വേറെ ഒരു 5 സീറ്റിൽ കൂടി അവർ 2ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല 3ാം സ്ഥാനത്ത് എത്തിയതിൽ തന്നെ അവർക്ക് ഒരു 15 സീറ്റിൽ 30,000-നും 40,000-നും ഇടയിൽ വോട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ BJP അങ്ങനെ നമ്മൾ കരുതുന്നത് പോലെ നിസ്സാരമായൊരു 3 സീറ്റിൻ്റെ വിജയത്തിൻ്റെ കഥ മാത്രമല്ല അതിനുള്ളത്. അപ്പോൾ അത് കണക്കിലെടുക്കുമ്പോൾ ഇത് ഇലക്ടറലായിട്ടാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. തിരഞ്ഞെടുപ്പിലൂടെ നമ്മൾ BJPയുടെ ശക്തി ഇങ്ങനെയാണ് കാണുന്നത്. ഇനി അതിലുപരിയായിട്ട് അതാണ് ഇപ്പോൾ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ അവരുടെ പാർട്ടിസിപ്പേഷനിലേക്ക് വരെ എത്തുന്നത്. നമ്മൾ കാണേണ്ടത് ഈ 3 അംഗങ്ങളുള്ള BJP സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് അവർക്ക് എന്ത് കിട്ടാനാണ് എന്ന് നമ്മളൊക്കെ ചിന്തിക്കും. പക്ഷേ അതിൽ നിന്നാണ് അവർ ആരംഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വെസ്റ്റ് ബംഗാളിൽ, പശ്ചിമ ബംഗാളിൽ 2016 അവർക്ക് 3 സീറ്റാണ് കിട്ടിയത്. അന്ന് അവർ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തിരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും അവർക്ക് 77 സീറ്റിലേക്ക് അവർ വളർന്നു. അതുകൊണ്ട് മാത്രമല്ല പറയുന്നത്, നിയമസഭയിലെ ഓരോ പ്രശ്നങ്ങളിലും അവരുടേതായിട്ടുള്ള പക്ഷം അവർ തെളിയിച്ചു കൊണ്ടിരുന്നു. അത് അവരുടെ ആശയങ്ങൾക്കുള്ള ഒരു വളർച്ചയ്ക്ക് കാര്യമായി സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ഇനി അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ കാണണം. ഇപ്പോൾ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ അവർ 3 പേർ വോട്ട് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അടുത്ത ഓരോരോ തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതിനോടൊക്കെ BJP പക്ഷം എന്നൊരു പക്ഷം കൂടി അസംബ്ലിയിൽ ഉണ്ടാവാൻ പോവുകയാണ്. അപ്പോൾ അത് നമ്മൾക്ക് പുതിയൊരു അവർക്ക് അവരുടെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൻ്റെ മറ്റൊരു രീതിയും കൂടിയായി മാറുകയാണ്. ഇത് ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു തലത്തിലാണ്. പക്ഷേ ഇതല്ലാതെ BJPയുടെ വളർച്ച നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറേ കൂടി സാമൂഹികവും സാംസ്കാരികവുമായ തലത്തിലാണ്. അത് നമ്മൾ ഒട്ടും അറിയുന്നില്ല സേഫു. അത് നമ്മൾ ഇപ്പോൾ നോക്കൂ, 14.2% പേര് മാത്രമാണ് കേരളത്തിൽ BJP ആശയങ്ങളോട് സമപ്പെട്ട് നിൽക്കുന്നത്. അല്ല, അതിൽ കൂടുതൽ പേരുണ്ട്. ഇലക്ട്രൽ രംഗത്ത് മാത്രമാണ് ഒരുപക്ഷെ ഇത് വരുന്നത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അവരുടെ ആ പരിപാടി മുഴുവൻ, ആ പണി മുഴുവൻ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് രഹസ്യമായോ അല്ലെങ്കിൽ വളരെ നിശബ്ദമായിട്ടോ ആണ്.
ഗ്രൂപ്പുകൾ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സാമൂഹിക ഗ്രൂപ്പുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പോകുന്ന കണ്ടന്റുകളിലൂടെ, അല്ലെങ്കിൽ പോട്ടെ ഈ കഴിഞ്ഞ കാലയളവിൽ ഓരോ മണ്ഡലത്തിലും ഒരു ഹിന്ദു ഏകതാ സമ്മേളനം നടന്ന കാര്യം ഇവിടെ ആരെങ്കിലും ചർച്ച ചെയ്യുകയുണ്ടായോ? ഇല്ലല്ലോ. ഹിന്ദു ഏകതാ സമ്മേളനം ഓരോ അസംബ്ലി മണ്ഡലത്തിലും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതെന്തിനു വേണ്ടിയുള്ളതാണ്? അതുകൂടാതെയാണ് നമ്മൾ മഹാമകം എന്ന് പറയുന്ന കേരള കുംഭമേള എന്ന് വിശേഷിപ്പിച്ച് നടന്നിട്ടുള്ള മറ്റു തരത്തിലുള്ള സംഗതികൾ. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു വഴിക്ക് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അടിത്തട്ടിൽ അതിൻ്റെ വ്യാപനം നടക്കുന്നുണ്ട്. ആരും അത് ആ നിലയ്ക്ക് കൈകാര്യം ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ CPM പോലുള്ള പാർട്ടികൾക്കൊക്കെ എന്താണ്, അവർക്ക് അവരുടെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ ആക്രമിക്കാനും പറ്റുവാണ്. ഇപ്പോൾ അതാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷ വർഗീയത എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിനെയൊക്കെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു കലാപരിപാടിയിലാണ് അവിടെ നിൽക്കുന്നത്. BJP അതിൻ്റെതായിട്ടുള്ള നിലയിൽ ഇവിടെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കിയേ മതിയാവും. ശരി നൗഫൽ, നാളത്തെ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ഇനിയുള്ള 5 വർഷം നിയമസഭയിൽ എല്ലാ വിഷയങ്ങളിലും ആ 3 അംഗങ്ങളുള്ള BJP ഇടപെടാൻ പോവുകയാണ്. ഇന്നിപ്പം ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വി മുരളീധരൻ MLA നമ്മൾ ആദ്യമായിട്ടാണ് പ്രയോഗിക്കുന്നത്. വി മുരളീധരൻ MLA വാർത്താസമ്മേളനം നടത്തിയിരുന്നു. വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. അത് അവർ ഈ നിയമസഭയിലും തുടർന്നും എടുക്കുന്ന നയം സൂചിപ്പിക്കുന്നതാണ്. അതിലൊന്നും അദ്ദേഹം പറയുന്നത്, മന്ത്രിസഭയിൽ രണ്ടാമനായിരിക്കുന്നത് PK കുഞ്ഞാലിക്കുട്ടിയാണ് എന്നുള്ളതാണ്. ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് രമേശ് ചെന്നിത്തലയാണ്. കുഞ്ഞാലിക്കുട്ടിക്ക് മുമ്പേ നിയമസഭയിൽ വന്നയാളാണ് രമേശ് ചെന്നിത്തല. മാത്രമല്ല ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ആളാണ് എപ്പോഴും രണ്ടാമനായിരിക്കാറുള്ളത്. പക്ഷേ നിയമസഭയിൽ രണ്ടാമനായിരിക്കുന്നത് PK കുഞ്ഞാലിക്കുട്ടിയാണ്. അത് ഗൗരവതരമായൊരു സാഹചര്യമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് ഈ മന്ത്രിസഭാ വകുപ്പ് വിഭജനത്തിൻ്റെ കാര്യം. മന്ത്രിസഭാ വകുപ്പ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഞാനൊക്കെ കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ്. അപ്പോൾ അവിടെ നരേന്ദ്രമോദിജി മന്ത്രിമാരെ പ്രഖ്യാപിക്കുന്നു, ഉടൻ തന്നെ വകുപ്പുകളും പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഇവിടെ 3 ദിവസം എടുത്തു വകുപ്പ് പ്രഖ്യാപിക്കാൻ. അത് മുസ്ലിം ലീഗിൻ്റെ ഒറ്റ വാശിയിലാണ് ഈ വകുപ്പ് വിഭജനം എത്രത്തോളം. 12 അംഗങ്ങൾ ന്യൂനപക്ഷങ്ങളിൽ നിന്നാണ്. അതെ, മെജോറിറ്റി ന്യൂനപക്ഷമാണ് എന്നുള്ള ഒരു സാധനം പറഞ്ഞു. അപ്പോൾ ലീഗിനെ, ഇപ്പം വെള്ളാപ്പള്ളിയൊക്കെ പറയുന്ന പോലെ ലീഗിനെ താങ്ങി ഒരു വിഭാഗത്തെ ആക്രമിക്കുക എന്നുള്ളതാണ് നയം. ആ നയത്തിലൂടെയാണ് അവർക്ക് ഇത്രത്തോളം വോട്ട് ലഭിക്കുകയും ഇത്രത്തോളം MLA-മാരെ ജയിപ്പിക്കാൻ സാധിക്കുകയും ഇത്രത്തോളം ആളുകൾക്ക് 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തൊക്കെ വരാൻ സാധിക്കുകയും ചെയ്തതെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ആ നയം തുടരാൻ തന്നെയാണ് അവരുടെ തീരുമാനം. ആ നയം അവർ നിയമസഭയിൽ ആദ്യ ദിവസം തന്നെ അവർ പ്രയോഗിക്കുന്നു. അത് വരും ദിവസങ്ങളിൽ നമുക്കത് കാണേണ്ടി വരുമെന്നുള്ളതാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നിയമസഭയിൽ വന്ന 3 അംഗങ്ങൾ, ഇപ്പം നമ്മൾ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDF-ൻ്റെ മുഴുവൻ അംഗങ്ങളെടുത്ത് പരിശോധിക്കാം. നല്ല കഴിവുള്ള പയറുമണി പോലെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. LDF-ലും അങ്ങനെ തന്നെയാണ്. പക്ഷേ BJP-യുടെ 3 അംഗങ്ങളിൽ 2 പേരെ എടുത്ത് നോക്കുക. 2 പേരും കേന്ദ്രമന്ത്രിമാരായിരുന്ന ആളുകളാണ്. അവർക്ക് ആ രീതിയിലുള്ള എക്സ്പീരിയൻസ് അവർക്കുണ്ട്. അവർക്കത് നിയമസഭയിൽ പ്രയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടത്. പക്ഷേ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന സമയത്ത് VD സതീശൻ എന്താ പറഞ്ഞത്, ഈ BJP-യുടെ MLA അവരും ഇവിടെ മത്സരിക്കുന്നതല്ലേ എന്നുള്ള ഒഴുക്കൻ മറുപടിയായിരുന്നു VD സതീശൻ പറഞ്ഞത്. ഇന്ന് KK രാഗേഷ് പറയുന്നത് എന്താണ്, മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമിയും കൂടി മതം നോക്കി വോട്ട് ചോദിച്ചതുകൊണ്ടാണ്. അവർക്കാർക്കും BJP ഒരു കൺസേൺ ആയിട്ടേ ഇല്ല. ഇനിയും അത് കൺസേൺ ആവുന്നില്ല എങ്കിൽ കാത്തിരിക്കുന്നത് BJP-യുടെ തേരോട്ടമായി. ശരി അജിംസ്, BJP-യുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും അടുത്ത 5 വർഷം? അല്ല, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് വെച്ചിട്ടാണ് BJP എന്തോ വലിയ വളർച്ച നേടുകയാണ് എന്ന ആശങ്കയൊന്നും എനിക്കില്ല. എൻ്റെ ഒരു കാരണം, BJP-യുടെ കോർ വോട്ട് എന്ന് പറയുന്നത് എല്ലാ മണ്ഡലങ്ങളിലും ഏറെക്കുറെ ഒരേ പാറ്റേണിലാണ്. ചില മണ്ഡലങ്ങളിൽ കൂടുതലുണ്ട്. ഇപ്പോൾ നേമം, പാലക്കാട് പോലുള്ള മണ്ഡലങ്ങളിൽ കൂടുതലുണ്ട്. പക്ഷേ ഞാൻ കാണുന്നൊരു സമാനമായ പാറ്റേൺ എന്ന് പറഞ്ഞാൽ, കോൺഗ്രസ് ദുർബലമായ സ്ഥലത്ത് ഈ വോട്ടർമാർ BJP വോട്ട് ചെയ്യുന്നു. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഇലക്ഷന് മുമ്പ് തന്നെ ഞാൻ ഔട്ട് ഓഫ് ഫോക്കസ് ഇരുന്നൊരു കാര്യം പറഞ്ഞിരുന്നു. കോൺഗ്രസ് 100 സീറ്റിനധികം നേടുകയാണെങ്കിൽ BJP 2 or 3 സീറ്റ് ലഭിച്ചേക്കാം. അതിൻ്റെ കാരണം ഭരണവിരുദ്ധ വികാരമാണ്. അപ്പോൾ ഭരണവിരുദ്ധ വികാരത്തിൽ കോൺഗ്രസ് 3ാം സ്ഥാനത്താണെങ്കിൽ അവർ കോൺഗ്രസിനല്ല വോട്ട് ചെയ്യുക, BJP-ക്കാണ് വോട്ട് ചെയ്യുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ ഗണ്യമായ ഒരു പോപ്പുലേഷൻ വലതുപക്ഷ ചിന്താഗതിക്കാരുണ്ട്. ആ വലതുപക്ഷം എന്ന് പറഞ്ഞാൽ BJP ഉണ്ടാക്കിയെടുത്ത വലതുപക്ഷമല്ല. നേരത്തെ ഇവിടെ തന്നെ മാർക്സിസ്റ്റ് വിരുദ്ധമായ കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്ന ഒരു വലതുപക്ഷ വോട്ടർമാർ കേരളത്തിലുണ്ട്. അവരെവിടെയും ഡിസപ്പിയർ ആയിട്ടില്ല. അവർ കോൺഗ്രസിൽ നിന്ന് ഡിസപ്പിയർ ആയിട്ട് പോയത് BJP-യിലേക്കാണ്, കരുണാകരൻ കോൺഗ്രസ് ക്വിറ്റ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഈ വലതുപക്ഷ വോട്ടർമാർ അവർ ജാതിവാദികളാണ്, ഫ്യൂഡൽ ബോധം പേറുന്നവരാണ്, മാർക്സിസ്റ്റ് വിരുദ്ധരാണ്, സമത്വ രാഷ്ട്രീയത്തിനെതിരാണ്. ഇങ്ങനെ വോട്ടർമാരുണ്ട്, കേരളത്തിലുണ്ട്.
ഈ വോട്ടർമാർ ഉൾപ്പെടുന്നതാണ് കേരള സമൂഹം. ആ വോട്ടർമാർ ചില സമയങ്ങളിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യും, ചില സമയങ്ങളിൽ BJP വോട്ട് ചെയ്യും. അതൊരു ഫ്ലൂയിഡ് വോട്ട് ബാങ്കാണ്. അത് BJP എന്താണ് തീരെഴുതി കൊടുത്ത വോട്ടേ അല്ലാതെ അത് തിരിച്ചു വരും, കോൺഗ്രസിലേക്ക് വരും. അപ്പോൾ ഈ കോൺഗ്രസിന് ഇപ്പോൾ വോട്ട് ചെയ്ത ആളുകൾ മുഴുവൻ സതീശൻ പറയുന്ന നെഹ്റുവിയൻ സോഷ്യലിസം ആകർഷകരായി കോൺഗ്രസിന് വോട്ട് ചെയ്തവരല്ല, അതല്ലാതെ വോട്ട് ചെയ്ത ആളുകളുണ്ട്. അത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്തവരുണ്ട്, പിണറായി വിജയനോടുള്ള ഗ്രഡ്ജ് വെച്ച് വോട്ട് ചെയ്തവരുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങളാൽ വോട്ട് ചെയ്തവരുണ്ട്. അപ്പോൾ ഈ വലതുപക്ഷ വോട്ടിനെ കോൺഗ്രസ് പിടിച്ചു വയ്ക്കുക, അവരെ രാഷ്ട്രീയവൽക്കരിക്കുക എന്നാണ് കോൺഗ്രസ് ചെയ്യാനുള്ളത്. ഇപ്പോൾ നമുക്ക് ഈ ജയിച്ച 3 ഇടങ്ങളിലും നേമത്തും കഴക്കൂട്ടത്തും അതുപോലെ ചാത്തന്നൂരും അവിടെ കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്. അവിടെ അവർ കോൺഗ്രസിന് വോട്ട് ചെയ്തില്ല, അവിടെ CPM-നെതിരെ വോട്ട് ചെയ്യണമായിരുന്നു, അവർ BJP-ക്ക് വോട്ട് ചെയ്തു. അപ്പോൾ ഈ BJP-ക്ക് വോട്ട് ചെയ്യാനുള്ള അറപ്പ് മാറിയത് 2014 ശേഷമാണ്. അതുകൊണ്ടാണ് 2016 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള ഒരു കുതിച്ചുചാട്ടം വോട്ട് ബാങ്കിൽ ഉണ്ടായത്. അത് 2020 തിരിച്ചു പോന്നു, 21 LDF വയ്ക്കുമ്പോൾ തിരിച്ചു പോന്നു. ഈ തെരഞ്ഞെടുപ്പിലും അത് ആ 2021 ഏതാണ്ട് സെയിം പെർസെൻറ്റേജ് ആയിട്ട് BJP-ക്ക് നിൽക്കുകയാണ്. അപ്പോൾ ഇതിനർത്ഥം BJP ഇവിടെ എന്തോ വലിയ കയറ്റുണ്ടായത്. അതായത് 10 കൊല്ലം നമ്മൾ കണ്ടത് വലിയ തോതിലുള്ള വെറുപ്പിൻ്റെ ഉൽപ്പാദനവും വിതരണവുമാണ്. എന്നിട്ട് പോലും നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഒരു തവണ അധികാരം നഷ്ടപ്പെട്ടാൽ UDF ശിഥിലമാകും, കോൺഗ്രസ് ദുർബലമാകും, അതിലൂടെ BJP കയറി വരുന്നതാണ് സംഭവിച്ചത്. UDF ശക്തമായി തിരിച്ചു വരുന്നു. അപ്പോൾ ഇപ്പം സംശയിക്കുന്നത് എന്താണ്? LDF ശിഥിലമാക്കി BJP വരുമെന്നുള്ള ആഖ്യാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അത് ഈ ഫേസ്ബുക്ക് എടുത്തു പോയി കഴിഞ്ഞാൽ സഖാക്കൾ ഉണ്ടാക്കുന്ന മുഴുവൻ ഉപന്യാസം എന്താണ്? ഉപന്യാസത്തിൽ പറയുന്നത് RSSന്റെ പ്ലാൻ CPM-നെ തകർത്ത് ഇവിടെ BJP വളർത്തുക എന്നുള്ളതാണ് എന്നാക്കി മാറ്റി. മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് അതല്ല, കോൺഗ്രസ് തകരും അതിലൂടെ BJP വരും എന്നുള്ളതായിരുന്നു. ഇപ്പം തിരിച്ചാക്കി CPM-നെ തകർത്ത് BJP വരാൻ പോകുന്നതാണ്. യഥാർത്ഥത്തിൽ BJP അങ്ങനെ വളരാൻ പോകുന്നില്ല. അതർവൈസ് LDF-ഉം UDF-ഉം ശക്തമായി നിൽക്കാത്തിടത്തോളം, അവർ നിൽക്കുന്ന കാലത്തോളം BJP വളരാൻ കഴിയില്ല. താങ്ക് യു ഫോർ ദിസ് ഓപ്റ്റിമിസ്റ്റിക് കമന്റ്. ജോസഫ്, മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ദൃശ്യം 3 എന്ന ചിത്രം ഇന്ന് പുറത്തിറങ്ങി. മോഹൻലാലിന്റെ ജന്മദിനത്തിൽ വലിയ ആഘോഷങ്ങളോടെയാണ് ചിത്രം പുറത്തിറങ്ങിയതെങ്കിലും സമ്മിശ്ര പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. ജോർജ് കുട്ടിക്കെതിരായ പോലീസ് വേട്ട അവസാനിപ്പിക്കാറായോ അതോ തുടരാമോ എന്നതാണ് ഒരു ചോദ്യം. സാർ, എന്തുകൊണ്ടായിരിക്കും ഒരു ചിത്രത്തിന്റെ സീക്വലിന് മലയാളത്തിൽ, കേരളത്തിൽ ഇത്രയധികം ഒരു സ്വീകാര്യത കിട്ടുന്നത്? സ്വീകാര്യത എന്ന് പറഞ്ഞതിനേക്കാളും കൂടുതൽ ഞാൻ പറയും ഒരു ശ്രദ്ധ, അല്ലെ, ഒരു അറ്റൻഷൻ വരികയാണ്. ഇപ്പോൾ ദൃശ്യം എന്ന് പറയുന്ന ആ വാക്കും ആ ഒരു പ്ലോട്ടും അത് കേരളത്തിൽ വലിയ തോതിൽ വിറ്റഴിക്കപ്പെട്ട ഒരു സംഗതിയാണ്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ഒരുപാട് ഒരു കൾച്ചറലി അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് ആ ഫാമിലി, ഇപ്പോൾ ആ ജോർജ് കുട്ടിയുടെ കുടുംബം എന്ന് പറയുന്നത് മലയാളികൾ എന്തുകൊണ്ടോ കാര്യമായി റിലേറ്റ് ചെയ്യുന്നുണ്ട് ആ കുടുംബമായിട്ട്. അതിൻ്റെ ആ പീരീഡിൽ ഇത് ഒന്നാമതായി വന്ന ദൃശ്യം 1 വന്ന 2013 മുതൽ ഇങ്ങോട്ട് ഈ 13 വർഷമായിട്ട് ആ ഫാമിലിക്ക് എന്ത് സംഭവിച്ചു, ആ ഫാമിലിയിൽ എന്ത് നടന്നു എന്നൊക്കെ നമ്മളിങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ അറിഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു മനോഭാവം മലയാളിക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊരു വിജയമാണ്. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു പ്ലോട്ടിനെ നിലനിർത്താൻ കഴിയുക, ആ കുടുംബത്തിനെ ജീവിപ്പിക്കാൻ കഴിയുക ഇത്രയും നാൾ, അതിൻ്റെ ആ പ്ലോട്ടിനനുസരിച്ചിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ആളുകൾക്കുള്ളിൽ എപ്പോഴും നിലനിർത്തുക. 2 കഴിഞ്ഞിട്ട് പോലും അതിനകത്ത് പിന്നെയും ചോദ്യങ്ങൾ ബാക്കി നിർത്തുക. 3 നമ്മളിപ്പോൾ കണ്ടിട്ടില്ല സിനിമ, നമ്മൾ 4 പേരും കണ്ടിട്ടില്ല, അതുകൊണ്ട് അതിന് വിലയിരുത്തുകയല്ല നമ്മൾ. അപ്പോൾ 3-ാമത്തെ പിന്നെ അതിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇനി എന്ത് സംഭവിക്കും, അതിനകത്ത് പിന്നെ ഒരു ഉത്തരം, ഒരു ഫൈനൽ ആൻസറിലാണോ അത് എത്തുന്നത് എന്നുള്ള ഒരു ചോദ്യം. അതിലൊരു ജിത്തു മാജിക് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രമല്ല, ഒരു ക്യാരക്ടറിനെ ഈ ഒരു 3 സിനിമയിൽ ഇങ്ങനെ നിലനിർത്താൻ, അതിൻ്റെ ഉൾപ്പിരിവുകൾ മുഴുവൻ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു അഭിനയം മോഹൻലാലിന് കാഴ്ചവെക്കാൻ കഴിയുന്നു എന്ന് പറയുന്ന ഒരു സാധനം. അതുപോലെ തന്നെ ആ കുട്ടികളായി അഭിനയിച്ച ആളുകൾ ഇപ്പോൾ വളർന്ന് കഴിഞ്ഞ ദിവസം എസ്തർ എന്ന് പറയുന്ന ചെറിയ കുട്ടിയായിട്ടാണല്ലോ അതിനകത്ത് നമ്മൾ കണ്ടത്. സാരിയും കൊടുത്തിട്ടാണ് ഈ പ്രൊമോഷനിൽ വന്ന് നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ ആ വളർച്ച അതിനെ ഉപയോഗപ്പെടുത്തുന്നു, അതേ താരങ്ങളെ തന്നെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള സാധനം. അപ്പോൾ അതിനെന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പ്രത്യേകത ഒരുപക്ഷെ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടാവും. അത് സത്യമാണ്. അല്ല, എത്രയേ ഉള്ളൂ. അപ്പോൾ അന്ന് ദൃശ്യം ഇറങ്ങിയ സമയത്ത് അതുവരെ കണ്ട ഒരു ഓണറിലായിരുന്നില്ല ആ സിനിമ വന്നത്. സാധാരണ എല്ലാ സിനിമയിലും ഒരു ഹൂ ഡൺ ഇറ്റ് എന്നുള്ളതാണ് അറിയേണ്ടത്, ആരാണത് ചെയ്തതെന്നാണ് നമുക്ക് അറിയേണ്ടത്. പക്ഷേ ഇതിൽ അങ്ങനെ ആയിരുന്നില്ല, ആരാ ചെയ്തതെന്നല്ല അറിയേണ്ടത്, അത് ചെയ്തതിനെ എങ്ങനെ ഒളിപ്പിക്കുന്നു എന്ന്. അതിലൊരു ഇമോഷണൽ ഡ്രാമ കൊണ്ടുവരുന്നു, അതിലൊരു ഫാമിലിയെ കൊണ്ടുവരുന്നു. ആ ഫാമിലിയാണ്
നമ്മളെയൊക്കെ മലയാളികളെ മൊത്തം അതിലേക്ക് അടുപ്പിക്കുന്നത്. ഈ ഫാമിലിയെ സംരക്ഷിക്കേണ്ടത് നമ്മളെയും കൂടി ചുമതലയായി മാറുന്നു എന്ന അവസ്ഥയിലേക്ക് അത് പോവുകയാണ് ചെയ്തത്. അപ്പം പിന്നെ ഒരുപാട് സിനിമകൾ ഇതുപോലെ HBO-ലൊക്കെ വരുന്ന ഒരുപാട് സീരീസുകളൊക്കെ ആളുകൾ കാത്തിരിക്കുന്നത് ഒരു കൾട്ട് ഫോളോയിങ് പോലെയാണ് ഈ സിനിമയിൽ ഉണ്ടായെന്നുള്ളത് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് തുടർന്നുണ്ടാവും. അത്തരം സിനിമകൾക്ക് ആ സാധ്യത എപ്പോഴും ഉണ്ട്. അല്ല, ഈ പറഞ്ഞ ഈ ഫാമിലി ത്രില്ലർ എന്ന് പറയുന്ന ജോണർ ഒരിക്കലും പിന്നെ ഈ കാലത്ത് ഇനി വീണ്ടും വിജയിക്കുമെന്ന് ആർക്കും ഒരു പ്രതീക്ഷിക്കാൻ കഴിയാത്തതാണ്. കാരണം അങ്ങ് മാറിക്കഴിഞ്ഞല്ലോ സിനിമ, എന്നിട്ടും അതിനൊരു ഇതുണ്ടാവുന്നു. യെസ്, അപ്പോൾ ദൃശ്യം 3 പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇന്ന് ദൃശ്യം 4ലേക്ക് ജിത്തു ജോസഫും മോഹൻലാലും പോകേണ്ടതുണ്ടോ എന്ന കാര്യം പ്രേക്ഷകർ തന്നെ കണ്ട് തീരുമാനിക്കട്ടെ. ഫൈനൽ ആർഗ്യുമെന്റ് പൂർണ്ണമാവുകയാണ്.